ഇപ്പോൾ മന്ത്രി പി പ്രസാദ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. മാതാ കീ എന്ന മുദ്രാവാക്യം ഈ ഇന്ത്യയെ വിളിച്ച മുദ്രാവാക്യമല്ലേ? ആ മുദ്രാവാക്യത്തിന് എന്താണ് ഒരു കുഴപ്പമുണ്ടാവുക? ആ മുദ്രാവാക്യത്തെ ആരാണ് ആ മുദ്രാവാക്യത്തിന് വിശദീകരണം നൽകിയത്? നമ്മുടെ മുമ്പിൽ ചരിത്രമുണ്ടതെല്ലാം. ഇപ്പം സംഘപരിവാറിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏറ്റവും മോശക്കാരനാണെന്ന് തോന്നുമെങ്കിലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഭാരത് മാതാ എന്നാൽ എന്താണ് എന്ന് ലോകത്തിന് മുമ്പാകെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഇന്ത്യയെ കണ്ടെത്തലിനകത്ത് എനിക്ക് തോന്നുന്നു 3-ാമത്തെ അധ്യായത്തിലോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട്, അത് വിശദീകരിക്കുന്നുണ്ട്. എല്ലാവരും ഈ ഭാരത് മാതാ കീ ജയ് വിളിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ വിളിക്കുന്നത്, എന്താണ് ഈ ഭാരത് മാതാ എന്ന് പറഞ്ഞാൽ? നാട്ടിലെ സാധാരണക്കാർ പറഞ്ഞു ഞങ്ങളുടെ മണ്ണാണെന്ന്. അപ്പോൾ ഇവിടുത്തെ മണ്ണ് മാത്രമല്ല, അപ്പുറത്തെ മണ്ണുണ്ടാവില്ലേ, ഈ ജില്ല ഉണ്ടാവില്ലേ, സംസ്ഥാന പ്രൊവിൻസുകൾ ഉണ്ടാവില്ലേ? ഇതൊക്കെ ചോദിച്ചിട്ട് ജനങ്ങൾക്ക് ഒരു ഉത്തരം ഒന്നുമില്ല. അവർ തന്നെ പറഞ്ഞു, അങ്ങ് തന്നെ പറയൂ എന്താണ് ഈ ഭാരത് മാതാ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞു, ഈ മണ്ണും വിണ്ണും ഈ പൂക്കളും പുഴകളും ചെടികളും മരങ്ങളും പക്ഷികളും എല്ലാം ചേരും. അത് മാത്രവുമല്ല, അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇന്ത്യൻ ജനതയാണ് ഭാരത് മാതാ എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിലെ ജനങ്ങളാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ഭാരത് മാതാ എന്നതിന് ഏറ്റവും വലിയ നിർവചനം കൊടുത്തത് ജവഹർലാൽ നെഹ്റുവാണ്. അതിനെ തുടർന്നാണ് ഇന്ത്യൻ ജനത മുഴുവൻ ഈ മുദ്രാവാക്യം വിളിക്കുന്നതിലേക്ക് എത്തിയത്. അത് ആരോടെങ്കിലുള്ള പ്രതിഷേധത്തിന് വേണ്ടി ഉയർത്തുന്നതല്ല, ഒരു നാടിന്റെ ഐക്യത്തിനായി ബ്രിട്ടീഷുകാർക്കെതിരായി ഉയർത്താണ്. അന്ന് ആ മുദ്രാവാക്യം ഉയർത്താത്തവരാണ് ഇന്ന് ആ മുദ്രാവാക്യം ഞങ്ങളുടെ മുദ്രാവാക്യമാണെന്നെല്ലാം പറയുന്ന തരത്തിൽ സംഘപരിവാർ ആ മുദ്രാവാക്യം ഉയർത്തി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായതിന്റെ ഒരു ചരിത്രം പോലും ആർക്കും കാണിക്കാൻ കഴിയില്ല. അത്തരം ഒരു ആശയ സംവാദങ്ങൾക്കാണ് സംഘപരിവാറും തയ്യാറാവേണ്ടത്. സംഘപരിവാർ ഈ മുദ്രാവാക്യത്തെ പലപ്പോഴും രാഷ്ട്രീയ ടൂളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇന്നിപ്പോ CPI അത് ഉപയോഗിക്കുമ്പോൾ സംഘപരിവാറിനൊപ്പം ആ രീതിയിൽ ഇല്ല. ഇത് സംഘപരിവാറിന്റെ മുദ്രാവാക്യമാണെന്ന് ആരാണ് പറഞ്ഞത്? ഇത് സംഘപരിവാർ മുദ്രാവാക്യമല്ലല്ലോ. ഭാരത് മാതാ കീ ജയ് എന്നുള്ളത് സംഘപരിവാർ മുദ്രാവാക്യമല്ലേ അല്ല. ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യത്തിന്റെ എന്താണ് അർത്ഥം, എന്താണ് അതിന്റെ ആഴം എന്ന് പറഞ്ഞത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ആ ആഴത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറയുമ്പോഴും അദ്ദേഹം രേഖപ്പെടുത്തി ചൂണ്ടിക്കാണിക്കുമ്പോഴും അദ്ദേഹം മാത്രമല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം അപ്പാടെയും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും അടക്കമുള്ളവർ അന്ന് ഈ ചിന്താഗതിയോടുകൂടി തന്നെയാണ് ആ മുദ്രാവാക്യത്തിന് അണിനിരുന്നത്. അതാണ് നമ്മൾ പറയുന്ന ഭാരതമാതാവ്. ഇന്ത്യൻ ജനതയാണ്. ഇവർ കൊണ്ടുവരുന്ന ഇന്ത്യൻ ഭൂപടം പോലും വികലമാക്കി അവതരിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന രൂപമല്ല ഇന്ത്യയുടെ ഭാരതമാതാവ് ആകേണ്ടത്. അപ്പൊ ഇന്ത്യൻ ജനത പറയുന്ന ഭാരതമാതാവ്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇന്ത്യ, ഈ മണ്ണ്, ഈ വിണ്ണ്, ഇവിടുത്തെ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ഉൾക്കൊള്ളുന്നതും എല്ലാത്തിനുപരിയും മനുഷ്യൻ ചേരുന്ന ഒന്നാണ്. മനുഷ്യരാണ് ആത്യന്തികമായിരുന്നത്. അതിനെയാണ് ഞങ്ങൾ ആദരിക്കുന്നത്. ആ ഭാരത് മാതാവ് RSSകാരുടെ ഭാരത് മാതാവ് അല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് ഇപ്പോൾ CPIയുടെ രാജ്യസഭാ കക്ഷി പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പം കേരളത്തിന്റെ ഗവർണർ പറ്റിയാണ്. അപ്പം അതിൽ CPMനൊരു തണുത്ത നിലപാടുണ്ട്. ഇല്ലില്ല, അങ്ങനെ ഒരു തണുത്ത നിലപാടില്ലല്ലോ. തണുത്ത നിലപാടുണ്ടെങ്കിൽ കൃഷി വകുപ്പ് തന്നെ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തും. ഞങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നവരും സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവരുമല്ലേ. ഞാൻ ഈ കാര്യം സംസാരിക്കുമ്പോൾ അതിനകത്ത് വേണ്ട എന്നൊരു നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ചേർന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് തണുത്ത നിലപാട്, ചൂടായ നിലപാട് എന്ന നിലപാടില്ല. എല്ലാവർക്കും നിലപാടുണ്ട്. ആ നിലപാട് CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെ ആദ്യ ദിവസം തന്നെ വ്യക്തമാക്കി. CPIM സംസ്ഥാന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇക്കാര്യത്തിലുള്ള നിലപാട് എന്ന്. കേരളത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി സഖാവ് MB ഗോവിന്ദൻ മാസ്റ്റർ കൃത്യതയോടുകൂടി എന്നവണ്ണം പാർട്ടി നിലപാട് പറഞ്ഞു. ഇതല്ലേ രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ? അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ആ നിലപാടുകൾ പറയുന്നു. ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ട ചില കാര്യങ്ങൾ ജനപ്രതിനിധി എന്നുള്ള സഖാവ് സന്തോഷ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നു. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആൾക്കാർ ഇന്ത്യൻ ഭൂപടത്തിന്റെ വികലമായ ഒന്നിനെ ആ ഭൂപടത്തിന്റെ രീതിയാക്കി അവതരിപ്പിക്കുന്നത് പോലും തെറ്റാണ്. ഒരിക്കലും രാജ്ഭവനിൽ അത്തരത്തിലല്ല ഭാരതമാതാവിനെ പ്രദർശിപ്പിക്കേണ്ടത്. ഇങ്ങനെയല്ല അതെല്ലാം ചെയ്യേണ്ടുന്നതെല്ലാം. അപ്പോൾ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒന്നിനെ നമ്മൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആർക്കു വേണ്ടിയിട്ടാണ് അതെല്ലാം? ഇപ്പോൾ കാണുന്ന പ്രതിഷേധങ്ങൾ കൂടി കാണുമ്പോൾ മനസ്സിലാവുന്നത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അവർ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് പോലെ നിങ്ങളുടെ മുമ്പാകെ വന്നു നിൽക്കുന്ന അവർ ഒരു ചോദ്യത്തിന് ആയിട്ട് നിങ്ങൾ ഇത്തരം അവരുടെ നേതാക്കന്മാരെ ആരെയും കാണാതെ പോകുന്നത്? സമരങ്ങൾ നടത്തുമ്പോൾ ആർക്കും പോയി ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല. ആ സമരത്തിൽ അവരുടെ ആൾക്കാർ ആ കാര്യങ്ങൾ മാത്രം പറയുന്നു. അണികളോട് അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവരോട് സംസാരിക്കുന്നത് മാത്രമാണ്. മാധ്യമങ്ങളുടെ മുമ്പാകെ വരുമ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യം ചോദിക്കാൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കുന്ന തരത്തിലേക്ക് സംഘപരിവാർ തയ്യാറാണ്. അങ്ങനെ ആകുമ്പോഴുള്ള ചോദ്യം, എനിക്കും ചോദ്യമുണ്ട് അവരോട്. അവർ പറയേണ്ടതാണ്, ഔദ്യോഗികമായി ഭാരതമാതാവിനെ ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ടോ? ചിത്രം അംഗീകരിച്ചിട്ടുണ്ടോ?
അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അംഗീകരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി വിഴിഞ്ഞം ഉദ്ഘാടനത്തിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് അത്തരം ഒരു ചിത്രം നമ്മളവിടെ കാണാതെ പോകുന്നത്? എല്ലാ പരിപാടികളിൽ സംസ്ഥാന അല്ലെങ്കിൽ സർക്കാർ പരിപാടികളിൽ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. കാരണം കേരള ഗവൺമെന്റിന് ഒരു നിർദ്ദേശവും നാളിതുവരെ കിട്ടിയിട്ടില്ല. നമ്മുടെ പരിപാടികളിൽ ഭാരതമാതാവ് ഉണ്ടാവണം, ഇതാണ് ഭാരതമാതാവ് എന്ന് കേരള ഗവൺമെന്റിന് ഒരു നിർദ്ദേശവും ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. സാധാരണഗതിയിൽ ഉണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് നൽകേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അപ്പം അവർ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പോലും BJPക്കും സംഘപരിവാറിനും നിയന്ത്രണ അധികാരമുള്ള കേന്ദ്ര ഗവൺമെന്റ് പോലും അംഗീകരിക്കാത്ത ഒരു കാര്യത്തെ അംഗീകരിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുമ്പോൾ പ്രതിഷേധം എന്റെ അടുത്തേക്കല്ല കൊണ്ടുവരേണ്ടത്. ഈ ചോദ്യങ്ങൾക്ക് കേരളത്തോട് മറുപടി പറയുകയാണ് സംഘപരിവാറും BJPയും ചെയ്യേണ്ടത്. വന്നിരിക്കുന്ന ജാള്യത മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന കോപ്രായങ്ങൾ മാത്രമാണിത്. കഴിയുമെങ്കിൽ അവർ ഇതിന് മറുപടിയാണ് പറയേണ്ടത്. ആ മറുപടി മാധ്യമങ്ങളടക്കമുള്ളവരോടും പൊതുസമൂഹത്തോടും ഇവിടെ ഇപ്പോൾ പല കോണുകളിൽ നിന്ന് ഉയർന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടിയാണ് അവർ നൽകേണ്ടത്. മറുപടി ഇല്ലാത്തതിന്റെ പേരിൽ ഈ കാണിക്കുന്നതെല്ലാം കേവലമായ ചില നാടകങ്ങൾ മാത്രമാണ്. അവരുടെ കൂടെയുള്ളവർ ചിലപ്പോൾ തൃപ്തിപ്പെടുത്താൻ അത് ഉപകരിച്ചേക്കാം. ചിന്തിക്കാത്ത കുറെ ആൾക്കാർക്ക് തൃപ്തിയാകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഉപകരിക്കാമെന്നുള്ളതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്നവർക്ക് തൃപ്തിയാവുന്നില്ല ഈ പ്രതിഷേധം. എന്റെ ചോദ്യങ്ങൾക്ക് എന്റെ വീടിന്റെ മുമ്പിലേക്കുള്ള പ്രതിഷേധമല്ല, എന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ കേരളം ആഗ്രഹിക്കുന്നത്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഞാൻ മാത്രമല്ല എന്ന് ഏതൊരാൾക്കും ബോധ്യമാവുന്നതേ ഉള്ളൂ. എന്റെ മാത്രം ഒരു ചോദ്യമല്ല, എന്റെ മാത്രം ഒരു സംശയമല്ല, എല്ലാ ഇടങ്ങളിൽ നിന്നും ഉയർന്നു വന്നുന്ന ഒരു ചോദ്യമാണിത്. എന്തുകൊണ്ടാണ് ഈ ശാഠ്യം ഉണ്ടാവുന്നത് എന്നുള്ളത് ഒരു രാഷ്ട്രീയ അജണ്ട കൂടി അതിനകത്തുണ്ട് എന്ന കാര്യമാണിപ്പോൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ഒരു പ്രതിഷേധമല്ല ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും അവർക്ക് മാധ്യമങ്ങളെ കാണാമായിരുന്നു, മാധ്യമങ്ങളിലൂടെ ജനങ്ങളോട് പറയാമായിരുന്നു ഇതാണ് കാര്യം, ഇതാണ് ഭാരതാംബ വിവാദത്തിൽ വീണ്ടും മന്ത്രി പി പ്രസാദ് പ്രതികരിക്കുകയായിരുന്നു. നേരത്തെ തൃശ്ശൂരിലെ CPI ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ, അതായത് CPI ആരംഭിച്ചിരിക്കുന്ന ക്യാമ്പയിന്റെ തുടക്കം ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് ഇപ്പോൾ മന്ത്രി ഇത്രയധികം വിശദീകരിക്കേണ്ടി വന്നത്. അപ്പം അത് RSSന്റേതല്ല എന്നാണ് മന്ത്രി പി പ്രസാദ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് വലിയ വിവാദങ്ങൾക്ക് വഴി വെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്.